സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ 2 നാൾ കൂടി സമയപരിധി. സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. കൊണ്ടും കൊടുത്തും മുന്നണികളുടെ പ്രചാരണം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 290 സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക. അതിൽ 86 എണ്ണം തള്ളിയതോടെ 204ലേക്ക് ചുരുങ്ങി. ഇനി പത്രിക പിൻവലിക്കാനുള്ള സമയം. തിങ്കളാഴ്ച വൈകുന്നേരം പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ചിലയിടങ്ങളിൽ അപരന്മാരുടെ പത്രിക തള്ളിയത് മുന്നണികൾക്ക് ആശ്വാസമായി. കോട്ടയത്ത് വലിയ തലവേദന സൃഷ്ടിക്കുമായിരുന്ന UDF സ്ഥാനാർത്ഥിയുടെ 2 അപരന്മാരുടെയും പത്രിക തള്ളി. എന്നാൽ കാസർഗോഡ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, വടകര, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ പല മണ്ഡലങ്ങളിലും മുന്നണികൾക്ക് അപരശല്യമുണ്ട്. അപരന്മാരെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന നേതാക്കൾ. ഓരോ വോട്ടും നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ അടുത്ത മണിക്കൂറുകളിലെ പ്രധാന ദൗത്യം അതുതന്നെയാവും. കൊണ്ടും കൊടുത്തും സ്ഥാനാർത്ഥികളുടെ പ്രചരണവും തുടരുകയാണ്. മണ്ഡല പര്യടനത്തിൻ്റെയും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കലിൻ്റെയും തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ മണ്ഡലങ്ങളിലും അതതിടത്തെ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാണ്. ഒപ്പം കേന്ദ്ര സംസ്ഥാന തലത്തിൽ അനുദിനം സംഭവിക്കുന്ന വാർത്തകളും പ്രചരണ രംഗത്ത് വിഷയമാകുന്നു. 24 തിരുവനന്തപുരം.